എൻ്റെ മങ്കട നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരൂർക്കാട് ആനക്കയം റോഡ്, കൊളത്തൂർ മലപ്പുറം റോഡ് എന്നിവ ദീർഘകാലമായി ശോചനീയാവസ്ഥയിലായതിനാൽ ഇതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. ഈ റോഡുകൾ ഏറ്റവും ഒടുവിലായി BMBC ചെയ്തത് ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ്. റോഡിൽ രൂപപ്പെട്ടുള്ള വലിയ കുഴികൾ കാരണവും അതിതീവ്ര മഴയിൽ റോഡുകളുടെ പല ഭാഗങ്ങളും തകർന്നത് കാരണം RC പ്രവൃത്തിയിൽ മാത്രം ഈ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തിരൂർക്കാട് ആനക്കയം റോഡിന് ഏകദേശം 18 കോടി രൂപയും കൊളത്തൂർ മലപ്പുറം റോഡിന് 10 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ബജറ്റിൽ മുൻഗണനാ പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ 2 ശുപാർശകളായിട്ടാണ് ഈ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഞാൻ ഫണ്ട് വകയിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആകെ 100 രൂപ ടോക്കൺ പ്രൊവിഷൻ മാത്രമാണ് സർ വകയിരുത്തിയിട്ടുള്ളത്. കിഫ്ബിയിൽ പുതിയ ശുപാർശകളൊന്നും സമർപ്പിക്കേണ്ട എന്ന് ധനവകുപ്പ് പറയുന്നു. 5 കോടിയിലധികം വരുന്ന പദ്ധതികൾക്ക് ബജറ്റിൽ വകയിരുത്തിയാലും നടത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് സർ ഈ പൊതുമരാമത്ത് റോഡുകൾ നവീകരിക്കുക? അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡുകൾ BMBC ചെയ്ത് നവീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സർ, തിരൂർക്കാട് ആനക്കയം കുളത്തൂർ മലപ്പുറം റോഡുകൾ നവീകരിക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട ശ്രീ മഞ്ഞളാംകുഴി അലി MLA ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഈ 2 റോഡുകളും റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി പരിപാലിച്ചു വരുന്നവയാണ്. എന്നാൽ BMMBC നിലവാരത്തിൽ റോഡുകൾ നവീകരിക്കണമെന്നാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. 2 റോഡുകളുടെയും നവീകരണത്തിന് 36 കോടിയോളം രൂപ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഘട്ടം ഘട്ടമായി സാധ്യമാക്കാനാകുമോ എന്ന കാര്യം പരിശോധിക്കാം. മങ്കട നിയോജക മണ്ഡലത്തിൽ ഇത്തരം പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ഉയർന്ന പരിഗണന തന്നെ നൽകാറുണ്ട്. ബഹുമാനപ്പെട്ട MLAക്കും അക്കാര്യം അറിയാവുന്നതാണ്. ആ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൻ്റെ നവീകരണത്തിന് PWD കാര്യമായ ഇടപെടൽ തന്നെ നടത്തിയതാണ്. ഏറെക്കുറെ 15 കോടിയിലധികം രൂപയാണ് വിവിധ സ്ട്രെച്ചുകൾക്കായി അനുവദിച്ചത് പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ കാര്യത്തിലും എന്ത് ചെയ്യാനാകുമെന്ന കാര്യം പരിശോധിക്കാം.